നിങ്ങളൊരു ഐഫോൺ യൂസർ ആണെങ്കിൽ iOS 26 ഈ ഒരു ഫീച്ചർ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇനി മുതൽ നമ്മുടെ സഫാരിയിൽ യൂസ് ചെയ്യുന്ന ഏത് വെബ്സൈറ്റും, ഞാനിവിടെ സഫാരി ഓപ്പൺ ചെയ്യുവാണ്. സഫാരിയിൽ നൈക്കിൻ്റെ വെബ്സൈറ്റ് കാണാം. ഈ വെബ്സൈറ്റ് നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് കാണാം താഴെ സഫാരിയിൽ ഓപ്പൺ ചെയ്തേക്കുന്നതുകൊണ്ട് തന്നെ അവിടെ ഏറ്റവും താഴെ അഡ്രസ് ബാർ കാണാൻ സാധിക്കും. ആ അഡ്രസ് ബാറിൽ ബാക്കിയുള്ള കാര്യങ്ങളും ഡീറ്റെയിൽസും എല്ലാം കാണാൻ സാധിക്കും. എന്നാൽ iOS 26 ഏത് വെബ്സൈറ്റുകളെയും നമുക്ക് വെബ് ആപ്ലിക്കേഷനായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഫീച്ചർ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു ഫീച്ചർ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു ഫീച്ചറിൻ്റെ സബ് ഫീച്ചറായിട്ട് വേണമെങ്കിൽ ആപ്പിൾ iOS 26 ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. അതായത് ആഡ് ടു ഹോം സ്ക്രീൻ. നമുക്കറിയാവുന്ന പോലെ ഏത് വെബ്സൈറ്റിനെയും നമുക്ക് ഹോം സ്ക്രീനിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. ഇവിടെ ഈ ഒരു ഷെയർ എന്ന് പറയുന്ന ഓപ്ഷനിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ആഡ് ടു ഹോം സ്ക്രീൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹോം സ്ക്രീനിലേക്ക് നോർമലി ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. എന്നാൽ iOS 26 മാത്രം ഒരു ഫീച്ചറാണ് ഓപ്പൺ ആസ് വെബ് ആപ്പ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ. ഇത് നിങ്ങൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞിട്ട് ആഡ് കൊടുത്തു കഴിഞ്ഞാൽ ഹോം സ്ക്രീനിൽ കാണാം നൈക്കിൻ്റെ ഒരു ഡെഡിക്കേറ്റഡ് ആപ്ലിക്കേഷൻ പോലെയാണ് നമുക്ക് ഈ ഒരു വെബ് പേജ് വരുന്നത്. അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇൻ്റർഫേസും കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആണ്. നിങ്ങൾക്ക് കാണാം അത് ലോഡായി വരുമ്പോൾ തന്നെ നമുക്ക് താഴെ അഡ്രസ് ബാറോ അല്ലെങ്കിൽ അങ്ങനത്തെ ഓപ്ഷൻസോ കാര്യങ്ങളൊന്നുമില്ല. സ്ട്രെയിറ്റ് അവേ ഒരു വെബ് ആപ്ലിക്കേഷൻ എങ്ങനെയാണോ വർക്കാകുന്നത് അല്ലെങ്കിൽ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ എങ്ങനെയാണോ വർക്കാകുന്നത് ആ രീതിയിൽ തന്നെയാണ് ഈ ഒരു ഓപ്ഷൻസ് എല്ലാം പോകുന്നത്. ഇവിടുന്ന് ബാക്കും ഫ്രണ്ടും എല്ലാം പോകാൻ നമുക്ക് ജസ്റ്റേഴ്സ് ഇവിടെ വർക്കൗട്ട് ആവുന്നതാണ്. വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. സോ നോർമലി ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ എങ്ങനെയാണോ വർക്കാകുന്നത് ആ രീതിയിൽ നിങ്ങൾക്ക് ഏത് വെബ്സൈറ്റിനെയും നിങ്ങളുടെ ഹോം സ്ക്രീനിൽ തന്നെ ഒരു ആപ്ലിക്കേഷനായിട്ട് ആഡ് ചെയ്യാൻ സാധിക്കും. ഇത് എവിടെയാണ് യൂസ്ഫുൾ ആകുന്നതെന്ന് വെച്ചാൽ നമ്മൾ റിപ്പീറ്റഡ്ലി അല്ലെങ്കിൽ ഫ്രീക്വൻ്റ്ലി യൂസ് ചെയ്യുന്ന ഏതെങ്കിലും വെബ്സൈറ്റുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സഫാരി ഓപ്പൺ ചെയ്ത് ആ വെബ്സൈറ്റിലേക്ക് പോകുന്നതിന് പകരം, ഫോർ എക്സാമ്പിൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഈ ഓളം എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റ്. ഇതെപ്പോഴും ഞാൻ സഫാരിയിൽ പോയി അവിടെ നിന്ന് ഓപ്പൺ ആക്കുന്നതിന് പകരം ഇതെൻ്റെ ഹോം സ്ക്രീനിൽ ഒരു വെബ് ആപ്പായിട്ട് ആഡ് ചെയ്യുവാണെങ്കിൽ വളരെ എളുപ്പം എനിക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. സോ ഇത് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആകുന്നതായിരിക്കും. മാക്സിമം യൂസേഴ്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലത്തെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ആപ്പ് റിലേറ്റഡ് കണ്ടൻസ് മിസ്സാകാതിരിക്കാൻ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും യൂട്യൂബ് ചാനലും മറക്കാതെ ഫോളോ ചെയ്യുക.